ഞാൻ കഴുത തന്നെയാ, പക്ഷെ അത്രയ്ക്ക് വലിയ കഴുതിയൊന്നുമല്ല. ആക്ഷൻ പറയുമ്പോ ഇന്നു മുതൽ ഇതാണ് എന്റെ ഫിലിമിന്റെ ഹീറോയിൻ. അപ്പോൾ ഞാൻ നിനക്ക് പാക്കപ്പ് ആക്ഷൻ പറയുമ്പോ. കൺഗ്രാറ്റുലേഷൻ കിറ്റി, നീ ഹീറോയിനായി. ആശംസകൾ. താങ്ക്സ്. നാളെ നമുക്ക് ഫൈറ്റ് സീനിലൂടെ ഷൂട്ടിംഗ് ആരംഭിക്കാം. 9 മണിക്ക് ഷൂട്ടിങ്ങിന് എത്തണം. ആക്ഷൻ പറഞ്ഞുകൊണ്ട്. 9 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ആക്ഷൻ പറയണോ, അതോ ഇവിടെ ഷൂട്ടിങ്ങിന് വന്നതിന് ശേഷം ആക്ഷൻ പറഞ്ഞാൽ മതിയോ? ആക്ഷൻ ഞാൻ പറഞ്ഞോളാം. ആക്ഷൻ പറഞ്ഞുകൊണ്ട് കിറ്റി കൃത്യം 9 മണിക്ക് ബംഗ്ലാവിൽ എത്തിയിരിക്കണം. സോഫിയയെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കലക്കി കിറ്റിയായിരിക്കും ഇനി അടുത്ത സൂപ്പർ സ്റ്റാർ. ആക്ഷൻ പറഞ്ഞുകൊണ്ട്. നിൽക്ക് നിൽക്ക്, കരടി വളരെ വലുതാണ്. നിൽക്ക്. അതെ, കട്ട് കട്ട്. അത് ഡ്യൂപ്ലിക്കേറ്റ് കരടിയാണ്. ആരാണ് ഈ കഴുത? അവനെ പിടിച്ച് പുറത്താക്ക. നമ്മൾ ഇത്ര അപമാനിച്ചിട്ടും കണ്ടോ, കിറ്റി ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവളിപ്പോൾ ഹീറോയിനായി കഴിഞ്ഞു. സംശയമുണ്ടോ? വീണ്ടും നമുക്ക് തുടങ്ങാം. ആക്ഷൻ പറഞ്ഞുകൊണ്ട്. മനുഷ്യനായാലും മൃഗമായാലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സോഫിയയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല. നമ്മൾ പിടിക്കപ്പെടരുത്, പിന്നെ വലിയ പ്രശ്നമാകും. ഹായ്. ഹായ്, നിങ്ങൾ രണ്ടുപേരും എവിടെയുള്ളതാ? നിങ്ങളുടെ അടുത്ത വീട്ടിലെ. തമാശ പറഞ്ഞതാ, നിങ്ങളുടെ അടുത്ത് നിന്ന് പറയല്ലേ, അതുകൊണ്ടാണ് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞത്. അതെ, ഞാൻ ചുമരിത്തലേന്ന് വരികയാണ്. ഫോറിനർ ജുമരിത്തലേന്നാണോ? ആ അതെ അതെ, അത് തന്നെയാണ്. ഇവൻ ഓസ്ട്രേലിയയിൽ നിന്നാ വരുന്നത്. അതെ, ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയാ വരുന്നത്. എന്റെ വീടിന്റെ പേര് ജുമരിത്തല എന്നാണ്. ആ അതെ അതെ, ദേ ഒരു മിനിറ്റ് വരുന്നേ. ഹായ്, ഞാൻ റിപ്പോർട്ടർ സിറ്റി, ക്യാമറാമാൻ പിങ്കിയോടൊപ്പം. ഹായ്, ഞാൻ മുന്നി, ഈ തത്തമ്മ ചുണ്ടിയുടെ കൂടെ ഒപ്പം. ഞാൻ നിങ്ങളെല്ലാവരെയും ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ലോങ് ഷോട്ടിൽ കണ്ടിട്ടുണ്ടാകും, പക്ഷെ ക്ലോസപ്പിൽ എങ്ങനെ മനസ്സിലാക്കും? ഇന്ന് ഞാൻ നിന്നെ ഔട്ടാക്കും. ചിലർക്ക് സംസാരം മാത്രമേ ഉണ്ടാകൂ, കാര്യത്തിലൊന്നും നടക്കില്ല. സംശയമുണ്ടോ? കിറ്റി ഔട്ട് ചെയ്യാനുള്ള നിന്റെ സ്വപ്നം എന്ന് സ്വപ്നമായി തന്നെ ഇരിക്കും. ഇന്ന് തീർച്ചയായും ഞാൻ നിന്നെ ഔട്ടാക്കിയിരിക്കും കിറ്റി. സൈലൻസ്. ഓക്കേ, ക്യാമറ റോളിംഗ്. ഷൂട്ടിംഗ്. മാഡം, നിങ്ങൾ ബൈക്കിൽ നിന്ന് ജമ്പ് ചെയ്ത് ബൈക്കിൽ ഗുണ്ടകളെ ചേസ് ചെയ്യുന്നു. ആക്ഷൻ പറഞ്ഞ ഉടൻ. താനെന്താ കഴുതയാണോ?
ആ കണ്ടാൽ അങ്ങനെ പറയൂ. ഞാൻ പക്ഷെ ഹീറോയിൻ ആണ്. ഈ ഷോട്ട് ഏതെങ്കിലും ഒരു ഡ്യൂപ്പിനോട് ചെയ്യാൻ പറയേ. മാഡം പടം മുഴുവനും ഡൂപ്പിട്ട് ചെയ്യാൻ പറ്റില്ല മാഡം. ആക്ഷൻ പറയുമ്പോ എടോ ഞാൻ ചാടുമ്പോഴെങ്ങാനും താഴെ വന്ന് വീണാലോ? പൂച്ചയായിരുന്നിട്ടും ചാടാൻ വേണ്ടി പേടിക്കുകയാണോ? ഉം? ഉം? വേഗം പുറത്തു വാ, വെള്ളത്തിൽ മുതല വരുന്നുണ്ട്. കിറ്റി വെള്ളത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. നമ്മൾ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കിറ്റി! ഫിലിം ഹിറ്റാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരു കഴുതയാണ്. കിറ്റിയെ ഹീറോയിനാക്കി നിങ്ങൾ ഇന്നൊരു ഹീറോ ആയി. അടികൈ. പോയി നമുക്ക് ഉടനെ അഭിനന്ദിക്കാം. വേഗം വരൂ. Hey Kitty, do you want me dance? Sure. നമുക്ക് കിറ്റിയെ കാണാൻ പോലും കഴിയുന്നില്ല. Hey, 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 hey. കിട്ടി, പ്രൊഡ്യൂസർ പുതിയ സിനിമ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. വേഗം വരൂ, ആക്ഷൻ പറഞ്ഞുകൊണ്ട്. കണ്ണിലെഴുതാൻ വേണം കൺമഷി. കിറ്റി ഇന്ന് ഭയങ്കര ബിസി. അടികൈ. കിറ്റി ബിസി അല്ല, ഇപ്പോൾ വലിയ സ്റ്റാർ ആണ്. സംശയമുണ്ടോ? കൂട്ടുകാരോട് സംസാരിക്കാൻ പോലും അവൾക്ക് സമയമില്ല. നമുക്ക് എന്തായാലും പോയി കിറ്റിക്ക് ആശംസ പറഞ്ഞേക്കാം. ഈ ബൊക്കയും നമ്മൾ നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടത്? ഒന്ന് വേഗം പറ. എന്താ? പെൺകുട്ടികൾ ഇടുന്നത്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതാ. ആർക്ക് വേണ്ടിയാ വേണ്ടതെന്ന് പറ. എനിക്ക് വേണ്ടി. അവൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയെന്നാ. ഓ, ഇതാ ഇതാ. ഇതെന്തായാലും നിനക്ക് നല്ല രസമായിരിക്കും. വിഗാണ് വേണ്ടത്, അല്ലാതെ തൊപ്പിയല്ല. സംശയമുണ്ടോ? നിങ്ങളൊക്കെ എന്താ ഈ കാണിക്കുന്നത്? എന്തിനാ പെൺകുട്ടികളുടെ വേഷം ഇങ്ങനെ ഇടുന്നേ? ഞങ്ങൾക്ക് വട്ടാണ്. ഒരേ സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വട്ട് പിടിച്ചതാണ്. സംശയമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് കിട്ടിയാ പോരെ. ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ എല്ലാം വേണം. ഓക്കെ, പാക്ക് ചെയ്തേക്കാം. വേണ്ട, ഞങ്ങൾ ഇട്ട് കൊണ്ടുപോവുകയാണ്. സംശയമുണ്ടോ? എനിക്ക് സംശയം ഒരുപാടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്തിനാ അതൊക്കെ? എനിക്ക് എന്റെ സാധനങ്ങൾ വിറ്റാ പോരെ? ഇതാണ് പെർഫെക്റ്റ്. ഇനി ക്യാമ്പിൽ ആർക്കും നമ്മളെ തിരിച്ചറിയാൻ കഴിയില്ല. സംശയമുണ്ടോ? Ready? Steady? Go! ഹായ്.
നിന്റെ കൈ ഇങ്ങതാ കിറ്റി. കിറ്റി. നീ സ്ട്രോങ് തന്നെയാ. താങ്ക്സ്. ഇനി ഇതുപോലെ ആപത്തുള്ള കളികളൊന്നും വേണ്ട. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? എന്താ പറഞ്ഞ? അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ ആരാ ഉള്ളത്? ഇവളൊരു ലോല ഹൃദയാണ്. വാ നമുക്ക് ഡാൻസ് കളിക്കാം ലോങ് ഷോട്ടിൽ. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ വലിയ പ്രശ്നമായേനെ. ആരും കണ്ടില്ല. ഇനി ഇങ്ങനെ അബദ്ധം കാണിക്കരുത്. ഡാൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. നീ പെർഫെക്റ്റ് ആയിട്ടാ. ഞാൻ റിപ്പോർട്ടർ സിറ്റി ക്യാമറാമാൻ പിങ്കിയോടൊപ്പം സ്വിം ചെയ്യാൻ പോവുകയാണ്. ആരൊക്കെ എന്റെ കൂടെ വരുന്നത്? ഞാനിപ്പോ സ്വിം ചെയ്യാൻ പോകുന്നു. വേണ്ട എനിക്ക് സ്വിമ്മിംഗ് ഒന്നും അറിയില്ല. ഞാൻ കൂടെ വരാം. വേണ്ട, നീ കരുതും പോലെ ഇത് സ്വിമ്മിംഗ് പൂൾ ഒന്നും അല്ല, ഇത് ആപത്താണ്. എടാ വെള്ളത്തിലിറങ്ങിയ വിഗ് അഴിഞ്ഞു പോകും. സംശയണ്ടോ? നിങ്ങൾ ആലോചിച്ച് വന്നാ മതി. ഞങ്ങൾ പോവുകയാണ്. ഈ ചെറിയ സ്ക്രാച്ച് കാർഡിൽ നിന്നും ഇത്രയും വലിയ സൈക്കിൾ എങ്ങനെ കിട്ടുക? പാപ്പച്ചി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കും. പോപ്പട്ട് ജി, ഇവനോ എന്തൊരു ബഹുമാനം. ഞാൻ ബഹുമാനം കൊടുക്കും. പോപ്പച്ചി ഞാനിയാണ്. ഞാൻ കണ്ടതാണ്. ഇവൻ ഞാനിയെന്നോ? നിനക്കെന്താ വട്ട? ഹണി, നീ സ്റ്റൂളിൽ നിന്ന് വീഴുമെന്ന് പറഞ്ഞു, വീണില്ലേ? ജോർദാൻ, നിന്റെ കൈ മുറിയുമെന്ന് പറഞ്ഞു, മുറിഞ്ഞില്ലേ? മണി, നീ വീഴുമെന്ന് പറഞ്ഞു, വീണില്ലേ? അതുപോലെ നല്ലൊരു സൈക്കിൾ കിട്ടിയല്ലോ. ഇതൊക്കെ കോയിൻസിഡൻസ് ആണ്. പോപ്പറ്റ്, നീ പറഞ്ഞത് ശരിയാണ്. എന്റെ റിംഗ് സ്റ്റോറിന്ന് കിട്ടുമെന്ന് പറഞ്ഞു, അവിടുന്ന് എന്നെ കിട്ടി. ഇപ്പൊ എന്ത് പറയുന്നു ബണ്ണി? പോപ്പറ്റ് ഒരു ജ്ഞാനിയാണെന്ന് ഞാൻ പറയുന്നത് ശരിയായില്ലേ? ജ്ഞാനിയായെന്നോ? ആ അതെ പോപ്പറ്റ് ജി. അങ്ങേക്കായി ഒരുപാട് ഭക്തർ കാത്തിരിപ്പുണ്ടാവും. അങ്ങ് ഉടൻ തന്നെ ഒരു ആശ്രമം തുടങ്ങണം. എന്താ ഈ പറയുന്നത്? മണ്ടത്തരം പറയാതെ മിണ്ടാതിരിക്ക. മതി, നിനക്ക് എന്റെ ശക്തിയിൽ വിശ്വാസമില്ല. എന്റെ ഭക്തനാവൂ, എന്നിൽ ശരണമടയൂ, നിനക്ക് നന്മയുണ്ടാകും. നിന്റെ ഭക്തനോ? നിന്റെ ഭക്തനായിട്ട് ഇവിടെ ആരും വരാൻ പോകുന്നില്ല. ആരും വരില്ലെന്നോ? ഞാൻ വരും. ഈ സിറ്റി മുഴുവനും പോപ്പറ്റിയുടെ സിദ്ധിയെ കുറിച്ച് ഞാൻ പറയും. ജോർദാറെ, എനിക്കിപ്പോൾ വിശക്കുന്നുണ്ട്. കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ. എനിക്ക് ആശ്രമം ഉണ്ടാക്കണം. പറയൂ, പോപ്പറ്റ് സ്വാമിക്ക് ജയ്. ശാന്തി, ശാന്തി, ശാന്തി കൊണ്ട് എല്ലാം ലഭിക്കും. വെള്ളം കുടിക്കൂ. റഹീം ബാവ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിന് നിറമില്ല, നിറമുണ്ടായാൽ നമ്മൾ വെള്ളം കുടിക്കില്ല എന്ന്. നിറം കലക്കിയ വെള്ളം നമ്മൾ കുടിക്കാൻ വിസമ്മതിക്കുന്നുമില്ല. പോപ്പറ്റ് സ്വാമിക്ക് ജയ്. പോപ്പറ്റ് സ്വാമിക്ക് ജയ്. നോക്കിയും കൊണ്ടൊക്കെ മാല വാങ്ങിച്ചൂടെ നിനക്ക്? സാമൂജി ചെറിയ മാല മാത്രമേ അണിയാറുള്ളൂ, മനസ്സിലായോ? ഭക്തരുടെ ആവേശം കുറച്ച് അധികമായി പോയി. സ്നേഹം കൂടുമ്പോൾ ഒന്നും ചിന്തിക്കാൻ കഴിയുകയില്ല. സംശയമുണ്ടോ? ഇയാൾ കള്ളനാണ്, യഥാർത്ഥ സ്വാമിജിയെ അല്ല. ഇവിടെ വന്ന ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. ഇയാൾ സിദ്ധനാണെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാൻ പറ. ഇയാള് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നീ അവനല്ലേ? പോലീസ് സ്റ്റേഷനകത്ത് തന്റെ
ഡ്രാമയാ ഇത്. ഡ്രാമയോ? പുത്ര, ഇത് വിധിയാണ്. നിനക്കുള്ള ആശീർവാദവും വാങ്ങിച്ചുകൊണ്ട് ഉടൻ സ്ഥലം വിടാൻ നോക്ക്. പോപ്പാട്ട്, നീ വലിയ ജ്ഞാനിയോ സ്വാമിയോ അല്ല. തീർച്ചയായിട്ടും നീ ഒരു ദിവസം ഇതിന് വില കൊടുക്കേണ്ടി വരും. സ്വാമിജി വെറുതെ ബ്രെയിൻ വാഷ് ചെയ്യരുത്. എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാണ്. അതെ അതെ, ഞാൻ തന്നെയാ. എന്താ സംശയം? നമ്മൾ കാശ് ഉണ്ടാക്കുന്നതിന്റെ അസൂയ. പോപ്പട്ടെ, ഞാൻ വലിയ സാമർഥ്യമൊന്നുമല്ല. എന്നാ ഞാൻ പറയാണ്, നീ വലിയ പ്രശ്നത്തിൽ കുടുങ്ങാൻ പോവുക. ഇതാണോ ആ സ്വാമി? എനിക്ക് വേഗം പൊക്കിക്കൊണ്ട് പോവാം. എങ്ങോട്ടേ കൊണ്ടുപോകുന്നത്? എന്ത് പറ്റി? സ്വാമിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. സാർ, ഇതാണാ സ്വാമിജി. അപ്പൊ നീയാണല്ലേ പറഞ്ഞത് ലക്കി നമ്പർ 7? ലക്കി നമ്പർ അല്ല, ഭാഗ്യ നമ്പർ. 7 നമ്പർ കുതിര ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചു. ക്രോധം മനുഷ്യന്റെ ശത്രുവാണ്, സ്നേഹം പവിത്രമാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കും. നാളെ റേസ് ഉള്ളതാണ്. നാളെ നീ പറയുന്ന നമ്പറുള്ള കുതിര ജയിച്ചില്ലെങ്കിൽ നിന്റെ പണി ഞാൻ തീർക്കും. വേഗം നമ്പർ പറ. 5, 3, അല്ലല്ല 11, അതല്ല 8. മര്യാദക്ക് ഒരു നമ്പർ പറ. എടാ, താൻ കരുതുന്ന പോലെ ഞാൻ സ്വാമിയൊന്നുമല്ല, വലിയ ജ്ഞാനിയുമല്ല. സംശയമുണ്ടോ? എന്നെ ഒന്ന് വെറുതെ വിട്. എന്നോട് കള്ളം പറയാൻ നോക്കുന്നോടാ. ഇവനെ ഉടനെ തന്നെ ബാർബിക്യൂ ആക്ക. വേണ്ട. കൂട്ടുകാരെ, എന്നെ രക്ഷിക്കൂ. എന്തിനാ നീ ഞങ്ങളോട് സഹായം ചോദിക്കുന്നത്? നിന്റെ ജ്ഞാനദൃഷ്ടിയിൽ എന്തെങ്കിലും ചിന്തിച്ചു നോക്ക്. താൻ ആകാൻ പോകുന്നത് ബാർബിക്യൂ ആണോ അല്ലയോ എന്ന്. എന്റെ ഭാവി തന്നെ വെള്ളത്തിലായിരിക്കുകയാണ്. സംശയമുണ്ടോ? പിടിക്കവരെ. അല്ല, ഇവിടുന്ന് എങ്ങനെ താഴേക്ക് ഇറങ്ങുക? അത് ഞാനിപ്പോ ഇറക്കി തരാം. ഇന്നാ പിടിച്ചോ. ഹണി, സൂക്ഷിച്ച്, ഇല്ലെങ്കിൽ താഴേക്ക് വീഴും. സംശയമുണ്ടോ? വീണ് ആ താഴേക്ക് വീണ്. ആ? ആ? ഏ? സൂക്ഷിച്ച് കട്ട് ചെയ്ത് സോർദാർ, അല്ലെങ്കിൽ കൈമുറിയും. പറഞ്ഞതുപോലെ മുറിഞ്ഞു. ബണ്ണി, സൂക്ഷിച്ച്, അല്ലെങ്കിൽ താഴെ വീഴും.